കത്തോലിക്ക സഭയുടെ 267ാമത് പരമാധ്യക്ഷനായി ലിയോ 14 മാർപ്പാപ്പ ചുമതലയേറ്റു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. മാർപ്പാപ്പയുടെ ജന്മനാടായ അമേരിക്കയിൽ നിന്നും കർമ്മമണ്ഡലമായിരുന്ന പെറുവിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് വത്തിക്കാനിലെത്തിയിട്ടുള്ളത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, US വൈസ് പ്രസിഡന്റ് JD വാൻസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടക്കം ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഏത് രീതിയിലായിരുന്നു ചടങ്ങ്? വിവരങ്ങൾ. പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്കാണ് അശ്വതി വത്തിക്കാൻ സാക്ഷ്യം വഹിച്ചത്. ആഗോള സമാധാനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് തന്റെ പുതിയ കർത്തവ്യത്തിലേക്ക് മാർപ്പാപ്പ തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ലോകവ്യാപകമായി യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾ പലതരത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി തന്റെ മുന്നിലുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ മാർപ്പാപ്പ സ്ഥാനമേൽക്കുന്നത്. പത്രോസിന്റെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ 267ാമത് പരമാധ്യക്ഷനായാണ് ലിയോ 14 മാർപ്പാപ്പ ചുമതലയേറ്റത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. മാർപ്പാപ്പയുടെ ജന്മനാടായ അമേരിക്കയിൽ നിന്നും പെറുവിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് വത്തിക്കാനിലേക്ക് എത്തിയത്. ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്നത്. സമാധാനം പുലരുന്ന പുതിയ ലോകം സാധ്യമാക്കണമെന്നാണ് മാർപ്പാപ്പ ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞത്. സഭാ ഐക്യത്തിനും മാനവ സ്നേഹത്തിനും ആഹ്വാനം ചെയ്തു. മാർപ്പാപ്പ ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. It's called the Fisherman's Ring because Peter was the fisherman into the deep sea of history. രഞ്ജിത്ത്, തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ കുർബാന മധ്യേ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ തന്റെ 267ാമത് മാർപ്പാപ്പയായി ചുമതലയേൽക്കുകയായിരുന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സംഘടിപ്പിച്ചത്. പ്രധാനമായും ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ലോകത്തലവന്മാരുടെ സാന്നിധ്യമായിരുന്നു ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയങ്ങളോടുള്ള ആഭിമുഖ്യം കൂടി അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ എടുത്തുകാട്ടുകയുണ്ടായി. നമുക്കറിയാം, ഏറ്റവും ജനകീയനായ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ലോക സമാധാനത്തോട്, ലോകത്തെ ഏറ്റവും വേദനിക്കുന്ന ആളുകളോട് ചേർന്ന് നിന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനോട് ആഭിമുഖ്യമുണ്ട് എന്നും അദ്ദേഹത്തിന്റെ തുടർ വഴിയായിരിക്കും തൻ്റെത് എന്നും വ്യക്തമാക്കിയായിരുന്നു മാർപ്പാപ്പ എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് സ്നേഹത്തിന്റെ സമയമാണ്, ലോക സമാധാനത്തിനായി ഒരുമിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി. സമാധാനമുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് നയിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലത്തോടെയാണ് 69കാരനായ റോബർട്ട് ഫ്രാൻസിസ് കർദിനാളുമാരുടെ കോൺക്ലേവ് പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. ലിയോ 14 എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക എന്നുള്ളതാണ്. അതിലും മറ്റേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന, പ്രത്യേകിച്ചും വടക്കേ അമേരിക്കൻ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രഥമ മാർപ്പാപ്പ കൂടിയാണ് ലിയോ 14 എന്നുള്ളതാണ്. ഏറെ US കുടിയേറ്റക്കാർക്കെതിരെയും അഭയാർത്ഥികൾക്കെതിരെയും ഒക്കെ അടുത്ത കാലത്തായി ഉയർന്നു വന്ന പലവിധ പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ അദ്ദേഹം പ്രസിഡന്റുമായി സംസാരിക്കുമെന്നുള്ള സൂചനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അത്തരം നടപടികളെ വിമർശിച്ച് രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി മാർപ്പാപ്പയ്ക്കുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും വത്തിക്കാൻ ഇതുവരെ കണ്ടതിലേക്കും ഏറ്റവും പ്രൗഢഗംഭീരമായ ചടങ്ങ്, പ്രത്യേകിച്ചും ലോക നേതാക്കളുടെ വലിയ സാന്നിധ്യമൊക്കെ ഈ വലിയ ചടങ്ങിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വലിയ ദൗത്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് നയിച്ച, അദ്ദേഹം മുന്നോട്ട് വെച്ച പലവിധ ആശയങ്ങളുണ്ട്, പലവിധ വഴികളുണ്ട്. അത് ലോക സമാധാനത്തിൻ്റെയാണ്. പാവങ്ങളുടെ കണ്ണിലൊപ്പുന്നതുമായി ബന്ധപ്പെട്ടാണ്. ജനകീയനായ ഒരു മാർപ്പാപ്പ എന്ന പേരെടുത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയത്. ആ തരത്തിലുള്ള നിരവധി കടമകൾ കൂടി അതിനൊപ്പമുണ്ട്. അത് വളരെ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് പ്രസംഗത്തിൽ അദ്ദേഹം പങ്കുവച്ചത്. അശ്വതി. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നടന്നത് കോടികളുടെ ഹവാല ഇടപാടാണെന്ന് കേസിലെ 3ാം പ്രതി മുകേഷ് മൊഴി നൽകി. മുംബൈയിലെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം ED ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്തേക്ക് ഹവാലയായി എത്തിച്ചത് മുകേഷാണെന്നും കണ്ടെത്തി. നേരത്തെ ED കൈക്കൂലി കേസിൽ ED ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദിന്റെ അറിവോടെയാണ് എല്ലാം നടക്കുന്നതെന്ന് പരാതിക്കാരനും കശുവണ്ടി വ്യവസായിയുമായ അനീഷ് ബാബു വെളിപ്പെടുത്തിയിരുന്നു. ED ഉദ്യോഗസ്ഥർ ആരും എന്നെ ഡയറക്റ്റ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല.
ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ത്രെട്ടൻ ചെയ്തതാണ്. ആരും ഇങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ട് എന്നെ ചെയ്തിട്ടില്ല. ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിലോട്ടാണ് പോയത്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. അതൊന്നും അറിയില്ല. അത് പിന്നെ അവസാനത്തെ ടോക്കിൽ പറഞ്ഞത് അവസാനം സംസാരിച്ചത് ഗൾഫ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അവിടെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊന്നും അറിയില്ല. ഇപ്പൊ ഈ ഇഡി കേസിന്റെ അവസ്ഥ എന്താണ്? ഇട്ടുണ്ടോ? അല്ല, ഇപ്പോഴും സമൻസ് എനിക്ക് വന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അതെ അതെ. പിന്നെ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കാര്യം ഇങ്ങനെ ഒരു കാര്യമായിട്ട് നമ്മളിത് കോഷ് ചെയ്യാനായിട്ട് പെറ്റീഷൻ ഇടാനായിട്ട് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇത് വരുന്നത്. രാധാകൃഷ്ണനാണെന്ന് ഞാൻ ഈ രൂപം സാദൃശ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പൊ ഇവർക്കും ഒരു സംശയം വന്ന് ഇവിടുത്തെ സാറുമാർക്കും ഒരു സംശയം വന്ന് ഇന്ന ആളാണോ എന്ന് ചോദിച്ചതാണ്. അതെ അതെ, ആണോ എന്ന് ചോദിച്ചത്. അപ്പൊ എനിക്കും ആ ഒരു പേരിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇഡിയിൽ നടന്നത് ഹവാല ഡീലാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തട്ടിപ്പ് പണം കടത്തിയത് ഹവാലയായി പണം കടത്തിയിരുന്നത് കേസിലെ 3-ാം പ്രതിയായ മുകേഷാണ് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുംബൈയിലെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഈ പണം ഇഡി ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്തേക്ക് ഹവാലയായി എത്തിച്ചിരുന്നത് ഈ മുകേഷാണ് എന്നും പറയുന്നു. മുകേഷ് സംസ്ഥാനാന്തര ഹവാല സംഘത്തിലെ കണ്ണിയാണ് എന്നാണ് വിവരങ്ങൾ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് ഈ ഇത്രയും വലിയ വ്യാപ്തിയുള്ള കേസാണ് എന്ന് ഈ വിവരങ്ങൾ തെളിയിക്കുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, വളരെ വ്യാപ്തിയേറുകയാണ്. ഓരോ ദിവസവും വിജിലൻസിന് ലഭിക്കുന്ന മൊഴി അനുസരിച്ചും വിവരങ്ങളനുസരിച്ചും കേസിന്റെ വ്യാപ്തിയേറുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഈ കേസിലെ പ്രതിയായിട്ടുള്ള മുകേഷ് മുരളി എന്ന് പറയുന്ന രാജസ്ഥാൻ സ്വദേശി ഹവാല ഇടപാടിന്റെ പ്രധാന കണ്ണിയാണ്. സംസ്ഥാന അന്തര ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം വർദ്ധിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മുകേഷിനെ സംബന്ധിച്ചിട്ട് ഈ ഹവാല ഇടപാടുകൾ മുകേഷാണ് മുംബൈയിലെ അക്കൗണ്ടിൽ നിന്നും പണം മാറ്റി ചിലവഴിച്ചിരുന്നതല്ല തലസ്ഥാനത്ത് എത്തിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. മുംബൈയിലെ ഒരു അക്കൗണ്ടിലോടാണ് വ്യാപാരിയോട് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ആ പണമാണ്, അതായത് മുംബൈയിലെ ആക്സിസ് ബാങ്കിലുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിക്കാൻ പറഞ്ഞിരുന്നത്. അതാണ് ഈ മുകേഷ് ഹവാലയായി കടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിജിലൻസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് തന്നെ നേരത്തെ കേസിൽ പ്രതിയായിട്ടുള്ള ശേഖർ കുമാർ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാർ കേസിൽ 1-ാം പ്രതിയായിട്ട് തന്നെയാണ് പോലീസ് വിജിലൻസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. അത് ഈ അനീഷ് ബാബു എന്ന് പറയുന്ന വ്യാപാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത്. പക്ഷെ അനീഷ് കുമാർ തന്നെ വേറെ ഒരു വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു ഇഡി ഉദ്യോഗസ്ഥന്റെ പേര് കൂടി പരാമർശിച്ചു. വിനോദ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടറാണ്. നേരത്തെ രാധാകൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ഓർമ്മയില്ല, തെറ്റി പേര് പറഞ്ഞതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുകയുണ്ടായി. ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറാണ് തന്നോട് മോശമായി പെരുമാറുകയും ചോദ്യം ചെയ്യലിനെ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹം തന്നോട് പറഞ്ഞു, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ വേ ടു സെറ്റിൽ ദിസ് കേസ് എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറയുമ്പോഴും ഈ പ്രയോഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നോട് അദ്ദേഹം സംസാരിച്ചത് കൈക്കൂലി നൽകാനാണ് എന്ന് അന്നേരം മനസ്സിലായിരുന്നില്ല എന്നാണ് ഈ അനീഷ് ബാബു പറയുന്നത്. തുടർന്നാണ് അനീഷ് ബാബുവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏജന്റ് ഇഡിയുടെ ആളാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഏജന്റ് പറഞ്ഞ ദിവസം അനീഷ് ബാബുവിന് വീണ്ടും സമൻസ് അയപ്പിക്കുന്നു. താൻ ഇഡിയെ കൊണ്ട് സമൻസ് അയപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഏജന്റ് തമന സ്വദേശി വിൽസൺ പോകുന്നത്. അതിനുശേഷമാണ് ഈ ഇഡിക്ക് നൽകിയ നമ്പർ, അതായത് ഏജന്റ് നൽകിയ നമ്പറിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്യുന്നു. ഈ നമ്പർ ഈ ഇഡിക്ക് നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ ഇഡിയുടെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട ആ നമ്പർ അനീഷ് നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ നിരവധി ഇടപെടലുകളാണ് ഈ ബ്രോക്കർ വെച്ച് നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ് ബാബു തന്നെ പറയുന്നുണ്ട്, ഇതൊരു പുതിയ അറിവല്ല അല്ലെങ്കിൽ പുതിയ ഇടപെടലല്ല എന്ന് തനിക്ക് ഇഡി ഓഫീസിൽ താൻ ചോദ്യം ചെയ്യൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളൊന്നും അതിനോട് പ്രത്യേകിച്ചൊന്നും റിയാക്ട് ചെയ്യുന്നില്ല, അവർക്ക് പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നും ഉണ്ടാകുന്നില്ല. അതിന്റെ അർത്ഥം ഇതൊരു നിരന്തര സംഭവമാണ് എന്ന് തന്നെയാണ്. എന്തായാലും അനീഷ് ബാബു അല്ലാതെ തന്നെ നിരവധി പേർ ഇഡിക്കെതിരെ പരാതിയുമായി വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ശേഖർ കുമാറിന് പുറമെ കൊച്ചിയിൽ ജോലി ചെയ്തവരും ഇപ്പോൾ ചെയ്യുന്നവരും മുൻപ് ചെയ്തവരും അടക്കം ഇഡിയുടെ
റഡാറിലുണ്ട്, വിജിലൻസിന്റെ റഡാറിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശേഖർ കുമാറിന് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലുമുള്ള നടപടികൾ, അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? അശ്വതി, ഒരു പക്ഷേ വേണമെങ്കിൽ ഇപ്പോൾ വിജിലൻസിന് ഈ ഇഡി ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് വിജിലൻസ് വെച്ച് താമസിപ്പിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ശേഖർ കുമാറിനെതിരെ കേസ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതേസമയം അതിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ള അന്വേഷണത്തിലാണ് നിലവിൽ വിജിലൻസ് ഉള്ളത്. അതായത് ഇയാളുമായി നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ട്, ഇയാളുടെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ഇത്തരത്തിലുള്ള കൃത്യമായ എവിഡൻസോടുകൂടി ഈ കേസ് പോകുമ്പോൾ കോടതിയിലെത്തിയാൽ ഒരുപക്ഷെ ഇതിന് ഈ ഉദ്യോഗസ്ഥർക്ക് അതിന് ന്യായമൊന്നും നിരത്താൻ കഴിയാത്ത തരത്തിൽ പഴുതുകൾ അടച്ച് ഈ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ശേഖറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. വിജിലൻസിന് മുന്നുള്ള പരിമിതി എന്ന് പറയുന്നത് ശേഖറിനെതിരെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതായത് ഈ അനീഷ് ബാബുവിന്റെ മൊഴിയല്ലാതെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ശേഖർ കുമാറിലേക്ക് എത്താനുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ രണ്ടാമതും പരാമർശിക്കപ്പെട്ട വിനോദ് എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർക്കെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇഡി ആഭ്യന്തര അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് 1 കോടി രൂപയ്ക്ക് 10% വീതമാണ് ഈ ബ്രോക്കർമാരുടെ കമ്മീഷൻ എന്നാണ്, ഈ ഏജന്റുമാരുടെ കമ്മീഷൻ എന്നാണ്. അതിൽ ഈ രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനും അതുപോലെ തമ്മനം സ്വദേശി വിൽസനും രാജസ്ഥാൻ സ്വദേശിയായ മുകേഷ് മുരളിക്കും ഒക്കെ 10% വീതം, അതായത് 10 ലക്ഷം രൂപ, 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ എന്നുള്ള നിരക്കിൽ തന്നെയാണ് പണം കിട്ടിയിട്ടുള്ളത്. ഈ കടത്തുന്ന പണം, അതായത് കൈക്കൂലിയായി വാങ്ങുന്ന പണം ഈ മുകേഷ് ഹവാല ഇടപാടിലൂടെ ഹവാല പണമായിട്ടാണ് അത് വിനിയോഗിക്കുന്നത്, അത് കടത്തുന്നത് അങ്ങനെയാണ് എന്നുള്ള വിവരമാണ് വിജിലൻസിന് ലഭിക്കുന്നത്. 5 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. വിജിലൻസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ ശേഷം മൂവാറ്റുപുഴ കോടതിയാണ് 5 ദിവസത്തെ കസ്റ്റഡി വിജിലൻസിന് നൽകിയിട്ടുള്ളത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ നിരവധി ഇഡി ഉദ്യോഗസ്ഥർ ആണ് വിജിലൻസിന്റെ റഡാറിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. നിരവധി കേസുകൾ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരവധി ഇഡി കേസുകൾ കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരുപക്ഷെ ഇനി വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ 10-ലധികം പരാതികൾ ഇഡിക്കെതിരെ, അതായത് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ 10-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പാർലായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 3 ആളുകൾ അതിൽ കൃത്യമായ രേഖകൾ നൽകിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും വിജിലൻസ് SP അന്വേഷണം മുന്നോട്ട് വളരെ സുഗമമായി നടക്കുന്നുണ്ട്. ഈ ശേഖർ കുമാറിനെതിരെയുള്ള തെളിവുകൾ കിട്ടിയാലുടൻ, കൃത്യമായ എവിഡൻസ് കിട്ടിയാലുടൻ അയാളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള നീക്കത്തിലുമാണ് വിജിലൻസ് ഇപ്പോൾ ഉള്ളത്. ആജ്ഞ രവീന്ദ്രൻ, കൊച്ചിയിൽ നിന്ന്. കേസുകൾ കോഴ വാങ്ങാൻ മറയാക്കിയെന്ന 10-ലധികം പരാതികളിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിടുന്നത് വൻ പ്രതിസന്ധി. ഇതുവരെ കേരളത്തിലെ നിരവധി കേസുകളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ ഇഡിയെ പിടിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് വീണ് കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, കണ്ണിലെ കരടായാൽ അത് ആരായാലും അവരെ തേടി ഇഡി വരും. BJP നേതാക്കൾ പോലും ഒരു അലങ്കാരം പോലെ പറഞ്ഞു നടന്ന വാക്കുകളാണിത്. എന്നാൽ അതേ ഇഡി അഴിമതിക്കറ പുരണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന സ്ഥിതി. കശുവണ്ടി അഴിമതിക്കേസിൽ ഇഡിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പഴയ കണക്കുകൾ ഒരുപാടുണ്ട് തീർക്കാൻ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി കേസ് മുതൽ ലൈഫ് മിഷൻ കേസുകൾ വരെ അന്വേഷിച്ച കേരളത്തിലെ ഇഡി ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ നിൽക്കുന്നത്. ലൈഫ് മിഷൻ കോഴ ആരോപണം ഉയർന്നപ്പോൾ ആര് അന്വേഷിക്കണമെന്നതിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തിയ പോര് ഹൈക്കോടതി കയറിയിരുന്നു. ലൈഫ് മിഷൻ കേസിൽ ആദ്യം കേസെടുത്ത സംസ്ഥാന വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ നിന്നുൾപ്പെടെ ഫയലുകൾ പിടിച്ചെടുത്തു. CBI അന്വേഷണം ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു വിജിലൻസിന്റെ നീക്കമെന്ന ആരോപണം ഉയർന്നു. വൈകാതെ കേസിലേക്ക് ഇഡിയും എത്തി. തിടുക്കപ്പെട്ട് വിജിലൻസ് സംഘം ഫയൽ പിടിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണം ശക്തമായി. ഫയലുകൾ കൈമാറാൻ സംസ്ഥാന ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മറ്റൊരു സംഭവം. കസ്റ്റംസ് അസിസ്റ്റന്റ് പ്രിവന്റീവ് ഓഫീസറെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഏജൻസികൾ തമ്മിലുള്ള മറ്റൊരു തർക്കത്തിന് കാരണമായി. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ അന്വേഷണം തടസ്സപ്പെടുത്തുവെന്നാരോപിച്ച് ഇഡി സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും നാൾ വഴിയിലെ മറ്റൊരു സംഭവം.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-ന്റെയും അതിലെ നേതാക്കളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പിറകെ ED ഇറങ്ങിപ്പുറപ്പെട്ടതാണ് മറ്റൊരു സംഭവം. സംസ്ഥാന വ്യാപകമായി സഹകരണ മേഖലയിലാകെ പരിശോധനയ്ക്ക് ED തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനിടെയാണ് EDയുടെ കൊച്ചി യൂണിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതും വിജിലൻസ് നടപടി തുടങ്ങിയിരിക്കുന്നതും. കേന്ദ്ര ഏജൻസിയെ പൂട്ടാനുള്ള സുവർണാവസരമാണ് ഇടത് സർക്കാരിന് ഈ പരാതികൾ. ഒരു പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ED ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പരാതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കേസ് ഒതുക്കി തീർക്കാൻ ED 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും പരാതി നൽകിയതിന്റെ പേരിൽ പൂർണ്ണ നഗ്നനാക്കി നിർത്തി ചോദ്യം ചെയ്തെന്നും വെളിപ്പെടുത്തി ബിഷപ്പ് ജെയിംസ് ജോർജ്. 2016 സാമ്പത്തിക ഇടപാട് കേസ് ഒത്തുതീർപ്പാക്കാനാണ് EDയുടെ ഇടനിലക്കാർ സമീപിച്ചത്. കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ജെയിംസ് ജോർജ്. വർഷങ്ങളായിട്ട് മാറി മാറി വരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ സ്വന്തം നാട്ടിൽ നിന്ന് വരെ ഏജന്റുമാരെ കൊണ്ടുവന്ന് കേസിൽപ്പെട്ടവരുടെ വിവരങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പൈസ വാങ്ങിച്ചെടുക്കുന്നൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൊല്ലത്തെ ഇര ഞാനായിരുന്നു. 2 കോടി രൂപ വേണമെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. പൈസ കിട്ടാതെ വന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നതുകൊണ്ട് പിന്നെ എന്നെ വിളിച്ച് പരിപൂർണ നഗ്നനായി നിർത്തി മൊഴിയെടുക്കുന്ന സെറ്റപ്പ് വരെ ഉണ്ടായി. ഇപ്പോൾ ഒരു 15 വർഷമായി ബിഷപ്പായിരിക്കുന്ന ഒരാളിനോട് ഇതാണ് കാണിക്കുന്നതെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? സംബന്ധിച്ച് എൻ്റെ പേരിൽ PMLAയുടെ കേസുണ്ടായിരുന്നു. ആ PMLAയുടെ കേസ് 4-5 ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് എൻ്റെ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തതാണ്. അവർ EDയുടെ ആൾക്കാർ തന്നെ. ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുന്ന ഫയൽ, EDയുടെ കയ്യിൽ കൊടുക്കുന്ന ഫയൽ, ED കൊടുക്കുന്ന മൊഴി, ആ മൊഴി എവരുടെ കയ്യിൽ വരുന്നു. അവരെന്നോട് പറയുന്നു പണം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് പണം കൊടുക്കാതെ അറസ്റ്റ് ചെയ്യിച്ചാണ് ചീറ്റിംഗ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും, നിങ്ങളുടെ ജാമ്യം റദ്ദാക്കിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടില്ലാത്ത ഹരാസ്മെൻ്റാണ്. മൊഴിയെടുക്കാൻ അവർ വിളിച്ചു വരുത്തുക, തുണി ഉരിയുക. ED ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസ് കേസിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വേലി തന്നെ വിളവ് തിന്നുന്നു. രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യാൻ മാത്രമുള്ള ഏജൻസിയായി ED മാറിയെന്നും കരുവന്നൂർ കേസിലും EDയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നെന്നും VD സതീശൻ പറഞ്ഞു. ഇപ്പൊ വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ED തന്നെ ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ച് അവരെ ഏജന്റുമാർ മുഖേന, ഇടനിലക്കാർ മുഖേന ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ED രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ഏജൻസിയായി ED മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കേസാണ് കരുവന്നൂർ കേസിലുള്ളത്. ISROയുടെ PSLV C-61 ദൌത്യം പരാജയപ്പെട്ടു. വിക്ഷേപണത്തിന് ശേഷം 3ാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് ദൌത്യം പരാജയപ്പെടാൻ ഇടയാക്കിയത്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും തിരിച്ചുവരുമെന്നും ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞു. 5, 4, 3, 2, 1, 0. കൃത്യമായ തയ്യാറെടുപ്പുകൾ, പിഴവില്ലാത്ത ലോഞ്ചിംഗ്. EOS-09 എന്ന ഉപഗ്രഹവുമായി PSLV C-61 കുതിച്ചു പൊങ്ങിയ ശേഷമുള്ള ആദ്യ 2 ഘട്ടങ്ങളും വിജയം. പക്ഷേ 3ാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും നശിപ്പിച്ചു. ഇന്ത്യയുടെ 101ാം ഉപഗ്രഹ വിക്ഷേപണം പരാജയപ്പെട്ടുവെന്ന് ISRO അറിയിച്ചു. ദൌത്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. ശക്തമായി തിരിച്ചുവരുമെന്നായിരുന്നു ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞത്. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Thank you. ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ഉപഗ്രഹ വാഹനമാണ് PSLV. ഇതുവരെ ഏറ്റെടുത്ത 63 ദൌത്യങ്ങളിൽ 59ഉം വിജയം കണ്ട ചരിത്രമാണ് PSLVക്കുള്ളത്. ഇത്തവണത്തെ പരാജയത്തിൽ നിരാശ കാണേണ്ടതില്ലെന്ന് ISRO അറിയിച്ചു. ഭൗമ നിരീക്ഷണം, കൃഷി, വനം, ദേശസുരക്ഷ തുടങ്ങിയ പഠനങ്ങൾ പ്രവർത്തന ലക്ഷ്യമാക്കി വിക്ഷേപിച്ച EOS-09 ഉപഗ്രഹത്തെയാണ് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയത്. പരാജയങ്ങളിൽ നിന്ന് കുതിച്ചുയർന്ന വലിയ വിജയഗാഥകൾ രചിച്ചിട്ടുള്ള ചരിത്രം ഇന്ത്യയുടെ ISROയ്ക്കുണ്ട്. എന്നും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ISRO വീണ്ടും തിരിച്ചുവരുമെന്നുള്ള കാര്യത്തിൽ 140 കോടി ഇന്ത്യക്കാർക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശശി തരൂർ അടക്കമുള്ളവർ ഇന്ത്യൻ നയതന്ത്ര സംഘത്തിന്റെ ഭാഗമാകുമെന്ന് വ്യക്തമാക്കിയും
ഒപ്പം പാർട്ടിയുടെ ഔദ്യോഗിക പട്ടിക തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കിയും കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെയും BJPയുടെയും അത്ര ദയനീയ തലത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. വിവിധ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി നയതന്ത്ര സംഘത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് 5 പേരെയാണ് ഉൾപ്പെടുത്തിയത്. ഒരു പ്രധാന സംഘത്തിന്റെ തലവനായി ശശി തരൂർ, വിവിധ സംഘങ്ങളിലായി ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവരും. എന്നാൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കോൺഗ്രസ് നൽകിയ ഔദ്യോഗിക പട്ടികയിൽ നിന്നും ഇതിൽ ആനന്ദ് ശർമ്മ മാത്രമാണുള്ളത്. കോൺഗ്രസിൽ നിന്നുള്ള മറ്റു 4 പേരെയും തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരാണ്. മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ വിശ്വാസ്യതയില്ലായ്മയുടെ തെളിവും ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ പോലും തരംതാണ രാഷ്ട്രീയ കളിയുമാണ് ഇതെന്നായിരുന്നു സർക്കാർ നടപടിയോടുള്ള കോൺഗ്രസ് പ്രതികരണം. എന്നാൽ സർക്കാർ ഉൾപ്പെടുത്തിയ 4 കോൺഗ്രസ് നേതാക്കളും സംഘാംഗങ്ങൾ എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. പാർട്ടി ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കും മുമ്പ് തന്നെ സംഘത്തിന്റെ ഭാഗമാകുമെന്ന ശശി തരൂരിന്റെ പരസ്യ പ്രസ്താവനയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം. പാർട്ടി അനുമതിയില്ലാതെ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംഘാംഗമായതിൽ ശശി തരൂരിനോടുള്ള അതൃപ്തി കോൺഗ്രസ് പരസ്യമാക്കുന്നില്ല എങ്കിലും സംഘാംഗങ്ങളെ തെരഞ്ഞെടുത്തതിൽ കേന്ദ്ര സർക്കാരിനോടുള്ള വിമർശനം പരോക്ഷമായി തരൂരിനു കൂടി കൊള്ളുന്നതാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചർച്ച ചെയ്യാനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യവും കോൺഗ്രസ് ആവർത്തിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തരൂർ വിവാദത്തിൽ മറുപടി പറയേണ്ടത് ദേശീയ നേതൃത്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കമാൻഡ് നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന്റേതെന്നും വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തെ ബാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് കോൺഗ്രസ് പാർട്ടി ആണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത്. ദേശീയ തലത്തിൽ ശ്രീ ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളാരും. അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്തായാലും അത് തന്നെയായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. അല്ലല്ല, അങ്ങനെ പറയാൻ പാടില്ല. കെ സുധാകരന്റെ അതൃപ്തി ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പദവിയൊഴിഞ്ഞ സുധാകരന് പാർട്ടി മികച്ച പരിഗണന നൽകിയിട്ടുണ്ട്. KPCC പദം ഒഴിഞ്ഞ ഒരു നേതാവിനും AICC വർക്കിംഗ് കമ്മിറ്റി അംഗത്വം മുൻപ് നൽകിയിട്ടില്ല. താൻ കത്തോലിക്ക സഭയുടെ നോമിനിയായിട്ടല്ല KPCC അധ്യക്ഷ പദവിയിലെത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. Q18 അഭിമുഖത്തിലായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. KPCC അധ്യക്ഷ മാറ്റം കൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. കെ സുധാകരന്റെ നോമിനിയാണ് സണ്ണി ജോസഫ് എന്നാണ് CPM പറയുന്നത്. പക്ഷേ ഈ അധ്യക്ഷ മാറ്റത്തിന് ശേഷം താൻ തൃപ്തരല്ല എന്ന തരത്തിൽ കെ സുധാകരൻ നടത്തിയ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സുധാകരന്റെ പ്രതികരണത്തോട് അതൃപ്തിയോട് പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? കെ സുധാകരൻ എൻ്റെ ശക്തനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഈ പ്രഖ്യാപനം എൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തന്റെ പേരാണ് വരുന്നതെങ്കിൽ ഞാൻ തന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അത് അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കി. പ്രഖ്യാപനം വന്ന അന്ന് എന്നെ കണ്ണൂരേക്ക് വിളിപ്പിച്ചു. ഞാൻ കണ്ണൂർ DCC ഓഫീസിലെത്തി. 100 കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം എന്നെ ഷാളണിയിച്ചു, മധുരം തന്നു, ആലിംഗനം ചെയ്തു. അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ അദ്ദേഹം എനിക്ക് ചുമതല കൈമാറി. അവിടെയും അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. അദ്ദേഹം എന്നെ പൂർണ്ണമായിട്ടും അക്കാര്യത്തിലേക്ക് എല്ലാ തരത്തിലും സഹായിച്ചു. എന്നെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തി എന്റെ തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു. ഇന്നലെയും കണ്ണൂരിൽ എനിക്ക് DCCയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. തുറന്ന വാഹനത്തിൽ സുധാകരൻ വന്നു. DCC ഓഫീസിൽ വെച്ച് എനിക്ക് ഒരു പുഷ്പ കിരീടം എനിക്ക് അണിയിച്ചു തന്നു. എല്ലാ നല്ല വാക്കുകളും എനിക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തി. ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വം കൂടി സ്വീകരിച്ചു. അദ്ദേഹം CWC മെമ്പറാണ്. കേരളത്തിൽ നിന്ന് സമീപകാലത്ത് മാറിയ PCC പ്രസിഡന്റുമാരിൽ അദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു അംഗീകാരം കിട്ടിയത്. അദ്ദേഹത്തിന്റെ ജനപിന്തുണയുടെയും ത്യാഗത്തിന്റെയും സംഭാവനയുടെയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വം, അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി മുന്നോട്ട് പോകും. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. അങ്ങനെയല്ല, AICC കേരളത്തിൽ ഇങ്ങനൊരു നേതൃത്വ മാറ്റത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം കെ സുധാകരൻ പലപ്പോഴായിട്ട് പ്രകടമാക്കുന്നുണ്ടല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ.
എന്നെ ചുമതല ഏൽപ്പിച്ചതിൽ അദ്ദേഹത്തിന് നല്ല സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. എനിക്ക് എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കരുത്താർജിച്ച് മുന്നോട്ട് പോകും. ഞാൻ മാത്രമല്ല, ഈ പുതിയ ടീമിനെ എല്ലാം അദ്ദേഹം ഉൾപ്പെടെയുള്ള കൂട്ടു നേതൃത്വം AK ആന്റണി പറഞ്ഞത് എന്താണ്? AK ആന്റണിയുടെ അനുഗ്രഹം നേടി ഞങ്ങൾ ചെന്നപ്പോൾ AK ആന്റണി പറഞ്ഞത് മലയോരത്ത് നിന്ന് കരുത്തുറ്റ ഒരു ടീമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം, ഞാൻ മലയോരത്ത് നിന്നാണെങ്കിൽ എല്ലാ ഭാഗത്തെയും പ്രതികരിച്ചുകൊണ്ടുള്ള കരുത്തുറ്റുള്ള ടീം വർക്കാണ് കോൺഗ്രസിന് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറെ ഗൗരവത്തോടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയിൽ, അനുഭാവികളുടെയും അണികളുടെയും വലിയ പിന്തുണയിൽ ഞങ്ങൾ ഏറ്റെടുക്കും. വിജയകരമായിട്ട് മുന്നോട്ട് പോകും. അണികളൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, തന്റെ വികാരങ്ങൾ അണികൾക്ക് അറിയാം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഇതിലൊന്നും പ്രതികരിക്കേണ്ട കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം, KPCC പുതിയ നേതൃത്വം അങ്ങനെ ഉള്ള ഒരു നിലപാട് കൂടിയാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരിൽ സുധാകരന് നല്ല പിന്തുണയുണ്ട്. അദ്ദേഹം ആത്യന്തികമായിട്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കൂട്ടായ്മയിൽ പോകും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന്